ഹലോ ഫ്രണ്ട്സ്, അച്ചു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിൻ്റെ വീടും പരിസരവും ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞങ്ങളെ വീട്. രസമുണ്ടോ? എങ്ങനെയുണ്ട്? ഇത് ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് പച്ച പിടിച്ച് കിടക്കണ പുല്ലുകളാണ്. ഇതെല്ലാം വാടിയിരുന്നു, പിന്നെ ഇപ്പം മഴ പെയ്തിട്ട് ഉഷാറായി വന്നിക്കണു. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ മുൻവശം. ഇത് ഞങ്ങളെ വീടിൻ്റെ സൈഡിലുള്ളൊരു പപ്പായ തൈയാണ്. ഇതിൽ നന്നായി പപ്പായ ഉണ്ട്. ഇത് ഇന്നലെ വിരിഞ്ഞ ലില്ലിപ്പൂവാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ലില്ലിപ്പൂവ്. ഞാൻ നല്ല മഴ കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ്. ഇതാണ് ഞങ്ങളെ വീട്ടിലെ റോസാ തൈ. ഇപ്പം ആകെ ഒരു പൂവുള്ളൂ. ആദ്യമൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടാവാറില്ല. ഞങ്ങൾ ഇതിനെ വീഡിയോ എടുക്കുമ്പോൾ നടക്കുകയായിരുന്നു, അപ്പം ഞങ്ങൾ എടുത്തതാണ്. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല, അറിയണമെല്ലാം കമൻറ്റ് ചെയ്യുക. ഇത് മല്ലികപ്പൂവാണ്. ഇതിൽ കുറേ എണ്ണം ചീഞ്ഞു പോയിട്ടുണ്ട്, കുറച്ചൊക്കെ നല്ലതോളും ഉണ്ട്. ഇത് ഞങ്ങൾ അടുക്കളത്തോട്ടത്തെ കുമ്പളങ്ങ തൈകളാണ്. ഇതിപ്പോൾ വിത്ത് വെതറി മുളച്ച് വരണമെന്നുള്ളൂ. മഴ പെയ്ത ആൾക്കാർ നല്ല ഉഷാറിലാണ്. ഇതാണ് ഞങ്ങൾ അടുക്കളത്തോട്ടത്തെ വേപ്പുണ്ടായി കേട്ടോ. ഇന്നാണ് ഞങ്ങൾ സാധാരണ പാചകം ചെയ്യാൻ വേപ്പിലെടുക്കാറ്. ഈ വശത്തൊരു പപ്പായ തൈ ഉണ്ട്. ഇത് അടക്കാപ്പഴന്മാരാണ്. ഇതിലിപ്പോൾ അടക്കാപ്പഴങ്ങൾ ഉണ്ടായി വരുന്നുള്ളൂ. ഇത് ഞങ്ങളെ വീടിൻ്റെ ചുറ്റുമുള്ള വാഴത്തൈകളാണ്. ഒരുപാട് വാഴത്തൈകളുണ്ട്. ഇതിൽ കുറേ കൊലച്ചിട്ട് ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇന്നാണ് ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടാറ്. അത്യാവശ്യം വലിയ വാഴയിലകളൊക്കെയാണ് നല്ലത്. ഇത് മൈലാഞ്ചിയിലകളാണ്. ഇത് കവുങ്ങാണ്. ചെറിയ തൈയാണ് കേട്ടോ. ഇത് ഞങ്ങളവിടെ എല്ലാം മാവും തൈകളാണ്. 2 എണ്ണം ഉണ്ട്. ഇതിലൊരു തവണ ഒരു കണ്ണിമാങ്ങ ഉണ്ടായിക്കണു. ഇതിലാള് കുഞ്ഞനാണെങ്കിലും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു തൈയാണ്. ഇതിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിക്കണു. ഇത്തെ മാങ്ങ നല്ല ടേസ്റ്റാണ്. ഇതൊരു ഉങ്ങുമരമാണ്. എല്ലാവരും ഇത് തണലിന് വേണ്ടിയിട്ടാണ് വളർത്തുക. ഇത് പ്ലാവാണ്. നമ്മളെ വീഡിയോ ബൈ.